ഈ റോഡ് റേജ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയ അടുത്ത കാലത്താണ്. കാരണം റോഡിൽ വെച്ചുണ്ടാകുന്ന ആളുകളുടെ പെരുമാറ്റ വൈകല്യമാണ് നമ്മൾ കാണുന്നത്. അതിപ്പോൾ ഈ യാത്രികരായാലും, അതായത് കാൽനട യാത്രികരായാലും, അതുപോലെ വാഹനങ്ങൾ ഓടിക്കുന്നവരായാലും എല്ലാം പലപ്പോഴും മര്യാദ വിട്ടുള്ള ഒരു പെരുമാറ്റം ഇവരുടെ നിന്നുണ്ട്. കൂടുതലും വാഹനം ഓടിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരാൾ കണ്ടു, ഒരു കാർ എന്തോ സൈഡ് കൊടുത്തില്ലെന്നോ ഏതാണ്ട് പറഞ്ഞിട്ട് ഒരു 2 ഉദ്യോഗസ്ഥർ, CISF ഉദ്യോഗസ്ഥർ 2 പേര് ഇറങ്ങി ഒരു യാത്രക്കാരനെ കൊലപ്പെടുത്തുകയാണ്. കാരണം അയാളെ ഇടിച്ച് വണ്ടിയുടെ ബോണറ്റിലിട്ടിട്ട് കിലോമീറ്ററുകൾ കൊണ്ടുപോയി അയാളുടെ ദേഹത്തൂടെ അത് കയറി ഇറങ്ങി ആ വണ്ടി അയാളവിടെ കൊല്ലപ്പെടുകയാണ്. ദാരുണമായിട്ടൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതാണ്. വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ നമ്മൾ കണ്ടതാണ്. അതിന് നമുക്ക് റോഡ് റേജ് മാത്രം, അത് ക്രിമിനൽ മൈൻഡോടുകൂടി ചെയ്തതാണ്. മദ്യപിച്ച് ബോധമില്ലാതെ ഒമാർ വണ്ടി ഓടിച്ച് കൊണ്ടുവന്ന് ആ ചെറുപ്പക്കാരനെ, ആ പയ്യനെ കൊന്നതാണ്. അപ്പോൾ ഇത് റോഡ് റേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് പറയാമെങ്കിലും അത് ക്രൈമും കൂടെ ഉണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ റോഡ് റേജ് എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് റോഡിലുണ്ടാകുന്നത്. പക്ഷേ അതിനാൾക്ക് യാതൊരു ഒരു മര്യാദയും ഇല്ല, ഒന്നുമില്ല. ഒരു ക്ഷമിക്കാൻ, അതായത് ആ ഇംപേഷ്യൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ അങ്ങ് കൂടിപ്പോയി. പേഷ്യൻസ് എന്ന് പറയുന്ന ഒന്നില്ല. ക്ഷമ മനുഷ്യന് വേണ്ടതാണ്, അതില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഇത് പറയാൻ കാരണം, ബാംഗ്ലൂരിലുണ്ടായ 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇന്ന്. അതിൽ ഒരു സംഭവത്തിൽ ബാംഗ്ലൂരിൻ്റെ, അതായത് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അവരുടെ തന്നെ വണ്ടിയാണ്, ഒരു ബസ് കൊണ്ടുവന്നിട്ട് ഒരു പെൺകുട്ടി ഓടിച്ചിരുന്ന കാറിൽ കൊണ്ടുവന്ന് ഒരസി കൊണ്ടുപോയി. അത് ആ പെൺകുട്ടി എന്നിട്ട് എന്തെന്നറിയാം, ബസ് അവിടെ നിർത്തിയപ്പോൾ അതിൻ്റെ മുമ്പിൽ ചെന്ന് അത് തടഞ്ഞു നിർത്തി. ഇറങ്ങാൻ പറയാനാണ്, ഡ്രൈവർ ഇറങ്ങാനാണ്. തടഞ്ഞു നിർത്തിയപ്പോൾ ചെയ്ത പണി എന്താണെന്നറിയോ? അവൻ ഈ ബസ് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് എടുത്തിട്ട് ഇതിനെ ഇടിച്ച് തെറിപ്പിക്കാനാണ് ഈ പെൺകുട്ടിയെ. ഇത് ഭാഗ്യത്തിന് തലനാരിഴയ്ക്കാൻ രക്ഷപ്പെട്ടത്. അത് ഒരു സൈഡിൽ ആയിരുന്നു, അതായത് ഈ ഡ്രൈവറുടെ സൈഡ് ആയതുകൊണ്ട് ആ ഭാഗത്ത്, സൈഡല്ല ഫ്രണ്ടിൽ തന്നെ ആ നിന്നത്, പക്ഷേ ആ സൈഡ് ആയതുകൊണ്ട് അവിടെ വളഞ്ഞിരിക്കുകയാണല്ലോ ആ പ്രതലം ബസ്സിൻ്റെ. അത് കാരണം ഇതിനെ ബോഡി അങ്ങ് തട്ടി മാറ്റിയത് കൊണ്ട് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു. ഇപ്പോൾ അവൻ്റെ പേര് കേസെടുത്തിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ ചെയ്യുന്നത്. റോഡിൽ ഒരു സ്ത്രീ, അവരുടെ ന്യായമായ അവകാശത്തിന് പ്രതികരിച്ച് ഇയാളെ ഇറങ്ങാൻ പറഞ്ഞാണ്. കാരണം അവർക്ക് നഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഇറങ്ങാൻ പറഞ്ഞത്. അതിനുവേണ്ടി അവർ തടഞ്ഞത്. ഇത് ആ തടഞ്ഞപ്പോൾ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മര്യാദയ്ക്ക് ഇറങ്ങി വരുന്നതിന് പകരം ചെയ്ത പണി ഇതാണ്. അതായത് ബസ് അങ്ങോട്ട് എടുത്തിട്ട് ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടു, അതിൻ്റെ വിഷ്വൽസ് എല്ലാം കാണുന്നു. അത് വളരെ, അതായത് റോഡ് റേജിൻ്റെ ഒരു തന്നെ ഒരു വകഭേദമാണിത്. അത് സർക്കാർ ഉദ്യോഗസ്ഥരെന്നോ ആയെന്നോ പോലും ഇല്ല. മര്യാദയ്ക്ക് ഇങ്ങനെ സർക്കാർ വണ്ടി ഓടിക്കുന്ന ഒരുത്തനാണ് ഇറങ്ങി വന്ന് പറയാം, അയാൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷനൊക്കെ ഉള്ളതാണ്, ഇറങ്ങി വന്ന് മര്യാദയ്ക്ക് സംസാരിക്കാമല്ലോ. അത് ചെയ്യത്തില്ല. ഇതാണ് ഒന്ന് കണ്ടത്. ഇനി അടുത്തത് ഇതിലുമൊക്കെ കുറച്ചുകൂടെ വയലൻ്റായ ഒരു കാര്യമാണ്. അത് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു ഓട്ടോറിക്ഷക്കാരനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടതുവശത്തൂടെ എങ്ങാണ്ട് ഒരു സ്കൂട്ടർ യാത്രക്കാരി, ഒരു പെൺകുട്ടിയാണ് കേട്ടോ, അത് പെണ്ണിൻ്റെ സ്വഭാവമൊന്നും അതിനില്ല, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അങ്ങോട്ട് കയറിയപ്പോൾ അതിലെങ്ങാണ്ട് ഉരഞ്ഞെന്നാണ് അത് അവകാശപ്പെടുന്നത്. ഇവൻ ആണയിട്ട് ഈ ഓട്ടോറിക്ഷക്കാരൻ നിർത്തിയവിടെ. അയാൾ ആണയിട്ട് പറയുന്നുണ്ട് അയാൾ ഒന്നും ചെയ്തതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അയാളെ നിങ്ങളുടെ വണ്ടി തട്ടിയിട്ടില്ല, നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ഇതൊക്കെ അയാൾ പറയുന്നുണ്ട്. റോഡിലുള്ള ആരും അത് ഈ പ്രതികരിക്കാനോ കാണാനോ ഒന്നും തയ്യാറായില്ല. അവസാനം എന്തെന്നറിയോ, ഇയാൾക്ക് ഭയം. കാരണം എങ്ങനെയായാലും ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഇതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഇയാൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒഫൻസായിട്ട് അങ്ങ് മാറും. കാരണം പിന്നെ അയാൾക്ക് നിവർത്തിയില്ല എന്നുള്ളതുകൊണ്ട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ടല്ലോ, അത് അനങ്ങാതിരുന്ന് അയാൾ പറയുന്നുണ്ട് എൻ്റെ വണ്ടി തട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കേൾക്കത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ എന്താണെന്ന് ചെയ്തേ, അവസാനം അങ്ങോട്ട് എടുത്തിട്ട് ആ സ്ത്രീ കാലയിൽ ചെരുപ്പ് ഉരിയിട്ട് ഇയാളുടെ മുഖത്ത് അടിക്കുന്നേ. ഒരു മനുഷ്യൻ്റെ, അയാളെ ഒരു പുരുഷൻ എന്നുള്ളതോ പോട്ടൊരു മനുഷ്യജീവിയല്ലേ, അയാളുടെ മുഖത്ത് ഈ കാലയിലെ ചെരുപ്പ് ഊരി അയാളുടെ മുഖത്തടിക്കുകയാണ്. ഒരു തവണയൊന്നുമല്ല,
പല പ്രാവശ്യം അയാൾ എന്തായെന്നറിയാം, അയാളൊന്നും പറയാതെ അയാൾ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ രക്ഷയില്ല. കാരണം അത്ര വല്ല വൈരാഗ്യത്തിലാണ് ഈ ഈ ഈ പെൺകുട്ടി. അങ്ങോട്ട് അങ്ങ് അടിക്കുക, വീണ്ടും വീണ്ടും തുരു അയാളുടെ മുഖത്ത് ഈ ചെരുപ്പ് വെച്ച് അടിക്കുക. ഇങ്ങനെ ആരെങ്കിലും ഈ ചെരുപ്പ് കൊണ്ട് ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഒരു മര്യാദ കെട്ട ഒരു പ്രവൃത്തി ഉണ്ടോ? നമ്മളൊന്ന് നോക്കിക്കോളൂ. ഒരു മൃഗത്തിനെ പോലും അങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമോ? കാലയിലിടുന്ന ചെരുപ്പ് ഊരിയിട്ട് ആ അഴുക്ക് ചെരുപ്പ് വെച്ച് അടിക്കുക. ആ ചെരുപ്പിനേക്കാൾ അഴുക്കാണ് ആ സ്ത്രീ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യത്തില്ല ഒരിക്കലും. അവസാനം എന്താണെന്നറിയോ, ഇത് മനസ്സിലായി, ഇത് പ്രശ്നമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനം ഇവൻ്റെ അടുത്ത് മാപ്പ് പറയുകയാണ് രക്ഷപ്പെടാൻ. മാപ്പ് എന്തോ മാപ്പ്? ഇയാൾ എന്താണെന്നറിയോ, ആ ഡ്രൈവർ ഇത് മുഴുവൻ ക്യാമറയിൽ അയാളുടെ മൊബൈൽ ഫോണിൽ പകർത്തിയെടുത്തു. അതിൻ്റെ വിഷ്വൽസ് കാണണം. എന്തുമാത്രം വളരെ അത്രയും കൂടെ അലറി കൂവല്ലേ, ഒരു സ്ത്രീയാണെന്ന് പോലും ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ ചെയ്യുന്ന നമുക്ക് കാണാൻ കിട്ടുമോ? അതാ അവിടെ നമ്മൾ കണ്ടത്. ആ ചെരുപ്പൂരി ഒരു പുരുഷനെ ഇങ്ങനെ അടിക്കുക, ചെവിക്ക് അയാളുടെ ഇവിടെ കരണത്ത്, അത് മുഖത്ത്. എന്തുമാത്രം കഷ്ടമാണ് ഇത്. ദിസ് ഈസ് റോഡ് റേജ്. അതായത് യഥാർത്ഥത്തിൽ ആ സ്ത്രീ ഇത് നമുക്ക് കാണാൻ ഒക്കത്തില്ല. കാലടക്കാരിയായിരുന്നെങ്കിലും വേണ്ടിയില്ല. ആദ്യം പറഞ്ഞ അവരുടെ കാലയിൽ കൂടെ ഓട്ടോറിക്ഷ കയറ്റിയെന്നാണ്. കാലയിൽ കൂടെ കയറിയില്ല, ഒരു സ്കൂട്ടറാണ്, അതിനകത്ത് തട്ടിയിട്ടുമില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഈ രീതിയിലാണ് ആളുകൾ ഇന്ന് പെരുമാറുന്നത്. ഒരല്പം, ഞാനിത് പറയുന്നത് എന്തെന്നറിയാം, നമുക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ ഒരല്പം മര്യാദ കാണിച്ചൂടെ? ഈ ഭയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുപോലെ ബസ് കൊണ്ടുവന്നിട്ട് ഒരാളെ ഇടിച്ച് തെറിപ്പിക്കാൻ പോവുക, അതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യല്ലേ അത്? അതേപോലല്ലേ നിങ്ങൾ ചെരുപ്പ് കൊണ്ട് ഒരാളെ അടിക്കുന്നത്? ചെരുപ്പെടുത്ത് എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. എന്നാലും അത് ഈ ചെരുപ്പെടുത്ത് അടിക്കുക മുഖത്ത് ഒരു മനുഷ്യൻ്റെ. അപ്പോൾ ഒരു സഹജീവിയുടെ മുഖത്താണ് ഈ അടിക്കുന്നതെന്നുള്ള ഒരു ധാരണ വേണം. ഇപ്പോൾ എന്തായാലും ശരി, ആ സ്ത്രീ നാറാനുള്ളത് മുഴുവൻ നാറിയിട്ടുണ്ട്. കാരണം ഇത് നാട്ടുകാർ, അതായത് നമ്മുടെ രാജ്യം മുഴുവൻ കണ്ടിട്ടുണ്ട്. അത്ര വലിയ വൈറലായി ഇത്, ആ രീതിയിലായി. അപ്പോൾ ഒരല്പം നമുക്ക് റോഡിൽ നമുക്കൊരല്പം മാന്യത കാണിക്കാം, മര്യാദ കാണിക്കാം. തെറ്റ് പറ്റാം, എപ്പോഴും ഡ്രൈവിങ്ങിലോ എന്തായാലും എന്തെങ്കിലും തെറ്റ് പറ്റാം. അല്ലെങ്കിൽ ഒരു സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്ത് സൈഡ് കൊടുക്കാൻ കാറുകാരന് നേരത്തെ ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടില്ലേ, അവിടെ സൈഡില്ലാത്ത സ്ഥലമാണ്. വളരെ കഷ്ടപ്പെട്ട് ചരിച്ചു കൊണ്ടുവന്ന് ഇവന്മാർ നിർത്തിയിട്ടാണ് ആ കാറ്. എന്നിട്ട് ഈ പയ്യൻ തടഞ്ഞപ്പോൾ അവനെ ഇടിച്ച് തെറിപ്പിച്ച് അതിൻ്റെ മണ്ടയിലിട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഈ രീതിയിലുള്ള പെരുമാറ്റം നമുക്ക് റോഡിൽ ഒരുപാട് കാണാം. എവിടെ പോയാലും ഇതൊന്നും നല്ലതല്ല, ഭൂഷണമല്ല. ഇത് അല്പം മര്യാദ നമുക്ക് കാണിക്കാം, ഒരു തെറ്റുമില്ല. മനുഷ്യരല്ലേ എല്ലാവരും ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കോട്ടെ. ചിലപ്പോൾ പറ്റിയാൽ അതൊന്ന് ക്ഷമിക്കാൻ തയ്യാറാവണം. നമുക്ക് ആ സഹനശക്തി, ക്ഷമ, ഇത് ഒരാർദ്രത. കാരണം ഇതൊക്കെ വേണ്ടേ? ഒരാൾക്ക് തെറ്റുപറ്റി, സഹോദര പോട്ടെ, കാര്യം തീർന്നു, ഇതങ്ങ് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? പക്ഷെ അതൊന്നും തയ്യാറല്ല ആളുകൾക്കെല്ലാം. ഇപ്പോൾ ഈ റോഡ് റേജ് എന്ന് പറയുന്ന വളരെ അത്രത്തോളം പടർന്നു പിടിച്ചേക്കുക. ഇപ്പോൾ ഇത് എവിടെയുണ്ട്, എല്ലായിടവും ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് മാറി നിൽക്കണം.